ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 7ത്തിലെ വസന്ത് പാഠ്യപുസ്തകത്തിലെ വീർ കുവർ സിംഗ് എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. വീർ കുവർ സിംഗ്. വീർ കുവർ സിംഗ് എന്ന ഈ അധ്യായം ഒരു എസ്സേയുടെ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഠാക്കൂർ കുവർ സിംഗ് എന്ന് നിങ്ങൾ ഝാൻസി കി റാണിയിൽ എന്ന ആ പദ്യം 6ാം ക്ലാസ്സിലെ പദ്യത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അപ്പോൾ അദ്ദേഹവും ബ്രിട്ടീഷുകാരുടെ എഗൻസ്റ്റ് 1857കളിൽ ഫൈറ്റ് ചെയ്ത ആളാണ്. അദ്ദേഹം സ്വാതന്ത്ര്യസമര സേനാനിയാണ്. അപ്പോൾ ഠാക്കൂർ കുവർ സിംഗിൻ്റെ ചരിത്രത്തെ പറ്റിയാണ്, അദ്ദേഹത്തിൻ്റെ ആ സ്വാതന്ത്ര്യസമര പോരാട്ടത്തെ പറ്റിയുമൊക്കെയാണ് ഈ അധ്യായത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. आपने सुभद्रा कुमारी चौहान की कविता झांसी की रानी 6ठी कक्षा में पढ़ी होगी. इस कविता में ठाकुर कुंवर सिंह का नाम भी आया है. आपको कविता की पंक्तियाँ याद आ रही होंगी. एक बार फिर से इन पंक्तियों को पढ़िए. അപ്പോൾ आपने സുഭദ്ര കുമാരി ചൗഹാൻ की കവിത, സുഭദ്ര കുമാരി ചൗഹാൻ എഴുതിയതായിരുന്നു ഝാൻസി കി റാണി എന്ന കവിത. നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഇസ് കവിത മേ ഠാക്കൂർ കുവർ സിംഗ് കാ നാം ഭി ആയാ ഹൈ. അപ്പോൾ ആ കവിതയിൽ ഠാക്കൂർ കുവർ സിംഗിൻ്റെ പേരും മെൻഷൻ ചെയ്തിട്ടുണ്ട്. आपको कविता की पंक्तियाँ याद आ रही होंगी. നിങ്ങൾക്ക് ആ കവിതയുടെ വരികൾ ഓർമ്മ വരുന്നുണ്ടാവുമല്ലോ. एक बार फिर से इन पंक्तियों को पढ़िए. ഒരു പ്രാവശ്യം കൂടെ ആ വരികൾ വായിക്കാം. इस स्वतंत्रता महायज्ञ में कई वीरवर आए काम. नाना धुंधु पंत तांतिया चतुर अजीमुल्ला सरनाम. अहमद शाह मौलवी ठाकुर कुंवर सिंह सैनिक अभिराम. भारत के इतिहास गगन में अमर रहेंगे जिनके नाम. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കേൾക്കാം ഠാക്കൂർ കുവർ സിംഗ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകളാണ്. ആ സമയത്ത് ഫൈറ്റ് ചെയ്തത്, ബ്രിട്ടീഷുകാരുടെ എഗൻസ്റ്റ് നിന്ന ആളുകളാണ് ഇതൊക്കെ. അതായത് നാനാ ദുന്ദുപന്ത് താന്തിയ, ചതുർ അസിമുള്ള സർനാം, അഹമ്മദ് ഷാ മൗലവി, പിന്നെ സൈനിക് അഭിരാം, അതിൻ്റെ കൂടെ തന്നെ ഠാക്കൂർ കുവർ സിംഗ്. यहाँ स्वतंत्रता संग्राम के उसी वीर कुंवर सिंह के बारे में जानकारी दी जा रही है. അപ്പോൾ അതേ വീർ കുവർ സിംഗ്, അതായത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ പറ്റി 1857കളിൽ അദ്ദേഹം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ മുൻപന്തിയിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഞങ്ങൾക്ക് ലഭിക്കുന്നത്, അറിവ് ലഭിക്കുന്നത്. सन 1857 के व्यापक सशस्त्र विद्रोह ने भारत में ब्रिटिश शासन की जड़ों को हिला दिया. അപ്പോൾ 1857കളിൽ സശസ്ത്ര വിദ്രോഹ ഭാരതത്തിൽ വ്യാപകമായിരുന്നു. വ്യാപക് സശസ്ത്ര വിദ്രോഹം, അതായത് ആ സമയത്ത് സായുധ കലാപം, ആംഡ് റെബലിയൻ എന്ന് പറയും, അത് ഇന്ത്യയിൽ ഭാരതത്തിൽ വ്യാപകമായിരുന്നു. ആ സശസ്ത്ര വിദ്രോഹം ബ്രിട്ടീഷുകാരുടെ ശാസനത്തെ ജഡോം സെ ഹിലാദിയ എന്ന് പറഞ്ഞാൽ വേരോടെ അത് ഇളക്കി. അതായത് ബ്രിട്ടീഷുകാർക്ക് ഒരു ചെറിയൊരു പേടി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. भारत में ब्रिटिश शासन ने जिस दमन नीति को आरंभ किया उसके विरुद्ध विद्रोह शुरू हो गया था. അപ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരികൾ, ബ്രിട്ടീഷ് ഭരണം ഒരു പുതിയൊരു നയം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ദമൻ നീതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ആരംഭിക്കുക. അപ്പോൾ ദമൻ നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്രഷൻ പോളിസി എന്ന് പറയും. അതായത് അടിച്ചമർത്തൽ നയം. അത് അടിച്ചമർത്തുകയാണ് ചെയ്തത് ഭാരതീയർക്ക്. അല്ല, ഒന്നും ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഇല്ല, അവരെല്ലാം ഞങ്ങളെ അടിച്ചമർത്തുമായിരുന്നു. അപ്പോൾ ആ ഒരു ദമൻ നീതിക്ക് എതിരായിട്ട്, അതിനെതിരായിട്ട് വിദ്രോഹ് ശുരു ഹോ ഗയ. വിദ്രോഹം എന്ന് പറഞ്ഞാൽ കലാപം അവിടെ ഉണ്ടായിത്തുടങ്ങി. കലാപം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഭാരതത്തിൽ. ഭാരത് മേ ബ്രിട്ടീഷ് ശാസനെ ജിസ് ദമൻ നീതി കോ ആരംഭിക്കുക ഉസ്കെ വിരുദ്ധ, അതിനെതിരായിട്ട് അവിടെ കലാപം സൃഷ്ടിച്ചു കഴിഞ്ഞിരുന്നു. मार्च 1857 में बैरकपुर में अंग्रेज़ों के विरुद्ध बगावत करने पर मंडल पांडे को 8 अप्रैल 1857 को फांसी दे दी गई. അപ്പോൾ ഇതേ കാരണം കൊണ്ട് ദമൻ നീതി അതിന് എഗൻസ്റ്റായിട്ട് പോരാടിയ ഒരാളാണ് മംഗൾ പാണ്ഡെ. ഓക്കെ, സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മംഗൾ പാണ്ഡെ. അപ്പോൾ അദ്ദേഹം ഈ മാർച്ച് 1857 1857 മാർച്ചിൽ അവർ ഈ ബഗാവത്ത്, ഇതിനായിട്ട് ദമൻ നീതിക്ക് എഗൻസ്റ്റായിട്ട് അവർ പ്രക്ഷോഭം ഇറക്കി. അപ്പോൾ ആ പ്രക്ഷോഭത്തിൽ മംഗൾ പാണ്ഡെ ഉണ്ടായിരുന്നു. അപ്പോൾ മംഗൾ പാണ്ഡെ ഇതേ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ 8 ഏപ്രിലിൽ തന്നെ 1857 ഏപ്രിൽ മാസത്തിൽ അദ്ദേഹം തൂക്കിലേറ്റപ്പെടുന്നു. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നു.
10 मई 1857 को मेरठ में भारतीय सैनिकों ने ब्रिटिश अधिकारियों के विरुद्ध आंदोलन किया और सीधे दिल्ली की ओर कूच कर गए. അപ്പോൾ 10 മെയ് 1857 10 മെയ് 1857 10 മെയ് 1857 ആയപ്പോൾ മേരട്ട് എന്ന സ്ഥലത്ത് ഭാരതീയ സൈനികർ ഭാരതത്തിലെ സൈനികന്മാർ ബ്രിട്ടീഷ് അധികാരിയോക്കെ വിരുദ്ധ ബ്രിട്ടീഷ് അധികാരികളുടെ എതിരായിട്ട് ആന്തോളൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടസ്റ്റ് എഗൻസ്റ്റ് ദം. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ എഗൻസ്റ്റ് അവർ പ്രൊട്ടസ്റ്റ് ഇറക്കി. അതായത് ഭാരതീയ സൈനികന്മാർ. ഓക്കെ, അവരെവിടെ പോയിട്ട് മേരട്ടിൽ 1857 മെയ്യിൽ ബ്രിട്ടീഷ് അധികാരികളുടെ എഗൻസ്റ്റായിട്ട് ഒരു പ്രൊട്ടസ്റ്റ് തന്നെ അവിടെ ഇറക്കി. ഓർ സീതെ ദില്ലിക്ക് ഓർ കൂച്ച് കർ ഗए. നേരെ അവർ പോയത് ദില്ലിയിലോട്ടാണ്. ഓക്കെ, കൂച്ച് കർ ജാന എന്ന് പോവുക, അങ്ങോട്ടേക്ക് അവർ വെച്ച് പോവുക. ഓക്കെ, അതായത് എയിം ചെയ്തിട്ട് പോവുക ഡൽഹിയിലോട്ട്. അപ്പോൾ दिल्ली में तैनात सैनिकों के साथ मिलकर 11 मई को उन्होंने दिल्ली पर कब्जा कर लिया और अंतिम मुगल शासक बहादुर शाह जफर को भारत का शासक घोषित कर दिया. അപ്പോൾ ഈ സൈനികന്മാർ, അതായത് മേരട്ടിൽ നിന്നും ഇറങ്ങിയ സൈനികന്മാർ ബ്രിട്ടീഷുകാരുടെ എഗൻസ്റ്റ് പോരാടാനായിട്ടാണ് അവർ ഇറങ്ങിയിരിക്കുന്നത്, അല്ലെ, പ്രൊട്ടസ്റ്റുമായിട്ട്. അപ്പോൾ നേരെ അവർ പോയത് എവിടെയാണ്? ഡൽഹിയിലോട്ടാണ്. ഡൽഹിയിൽ അവിടെ തേനാത്ത് എന്ന് പറഞ്ഞാൽ പോസ്റ്റഡ് ആയിട്ടുള്ളവർ, ഡൽഹിയിൽ പോസ്റ്റഡ് ആയിട്ടുള്ള സൈനികന്മാരുടെ കൂടിയിട്ട് എല്ലാവരും ഒരുമിച്ച് 11 മൈ 11 മൈക്കോ ഉन्होंने ദില്ലി पर कब्जा कर दिया. ദില്ലി അവർ പിടിച്ചെടുത്തു, അവർ ക്യാപ്ചർ ചെയ്തെടുത്തു. കബ്സ കർണ എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക. അങ്ങനെ ഡൽഹി ഈ ഭാരതീയ സൈനികന്മാരെ പിടിച്ചെടുത്തു. और अंतिम മുഗൾ ശാസക്, അവസാനത്തെ മുഗൾ സാമ്രാജ്യ ശാസകനായിട്ടുള്ള ബഹദൂർ ഷാ ജഫർ, അദ്ദേഹത്തിനെ ഈ ഭാരതം ഭരിക്കാനായിട്ട് ഏൽപ്പിക്കുകയാണ്. ശാസക് ഘോഷിത് കർദിയ, അവിടുത്തെ ഭരണാധികാരിയായിട്ട് ശാസക് ബഹദൂർ ഷാ ജഫറിന് ഏൽപ്പിക്കുകയാണ് ഭാരതീയ സൈനികന്മാർ. यह विद्रोह जंगल की आग की भांति दूर दूर तक फैल गया. कई महीनों तक उत्तरी और मध्य भारत के विस्तृत भूभाग पर विद्रोहियों का कब्जा रहा. അപ്പോൾ ഈ വിദ്രോഹം, അതായത് ഈ കലാപം ജംഗൽക്ക് ആക്കി ഭാന്തി, ഒരു കാട്ടിലൊരു കാട്ടുതീ എങ്ങനെയാണോ പടരുന്നത്, കാട്ടുതീ എങ്ങനെയാണോ സ്പ്രെഡ് ആവുന്നത്, ദൂർ ദൂർ തക് ഫാൽ ഗയ, അതുപോലെ ഈ ന്യൂസ് ഭാരതത്തിലുടനീളം ഇങ്ങനെ വ്യാപിക്കാൻ തുടങ്ങി. ഈ വാർത്ത, അതായത് ഡൽഹി പിടിച്ചെടുത്തു ഭാരതീയ സൈനികന്മാർ, പിന്നെ ഒരു മുഗൾ ശാസകനെ, അതായത് മുഗൾ റൂളറിനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നൊക്കെ ആ ന്യൂസ് ഒരു കാട്ടുതീ പടർന്നു പിടിക്കുന്നത് പോലെ ഭാരതം മുഴുവനും ഈ ന്യൂസ് എല്ലാവരിലും എത്തിച്ചേർന്നു. कई महीनों तक उत्तरी और मध्य भारत के विस्तृत भूभाग पर विद्रोहियों का कब्जा रहा. അപ്പോൾ കുറേ മാസങ്ങളോളം ഈ നോർത്ത് ഇന്ത്യയിലും മറ്റേ മധ്യഭാരതത്തിലുമൊക്കെ ഈ കലാപകാരികൾ അപ്പോഴും അവിടെ തുടരുന്നുണ്ടായിരുന്നു. അവർ ക്യാപ്ചർ ചെയ്തെടുത്ത ആ സ്ഥലത്ത് അവരവിടെ തുടരുന്നുണ്ടായിരുന്നു കുറേ മാസങ്ങളോളം. അപ്പോൾ दिल्ली के अतिरिक्त जहाँ अत्यधिक भीषण युद्ध हुआ वे केंद्र थे कानपुर, लखनऊ, बरेली, बुंदेलखंड और आरा. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ, ഇത് ഡൽഹി മാത്രമല്ല, ഡൽഹി അല്ലാതെ, അതിരിക് മീൻസ് അതല്ലാതെ അത്യധിക് ഭീഷൺ യുദ്ധം, അങ്ങേയറ്റത്തെ യുദ്ധം നടന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് കാൺപൂർ, ലക്നൗ, ബറേലി, ബുന്ദേൽഖണ്ഡ് ഓർ ഇത്രയും സ്ഥലങ്ങളിലായിരുന്നു പിന്നീട് ഒരു ഭീഷണ യുദ്ധം തന്നെ നടന്നത് ഡൽഹിക്ക് ശേഷം. दिल्ली अल्लादे मറ്റ് സ്ഥലങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. इसके साथ ही देश के अन्य कई भागों में भी स्थानीय विद्रोह हुए. ഇതിൻ്റെ കൂടെ തന്നെ देश के अन्य कई भागों में, ദേശത്തിൻ്റെ മറ്റ് കുറേ ഭാഗങ്ങളിൽ സ്ഥാനീയ വിദ്രോഹ हुए, അതാത് സ്ഥലങ്ങളിലും അവിടെ കലാപങ്ങൾ ഉണ്ടായി തുടങ്ങി, അതായത് അവിടെ കലാപങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. विद्रोह के मुख्य नेताओं में नाना साहेब, तांत्या टोपे, बख्त खान, अजीमुल्ला खान, रानी लक्ष्मीबाई, बेगम हजरत महल, कुंवर सिंह, मौलवी अहमदुल्ला, ബഹാദൂർ ഖാൻ ഓർ റാവ് തുലാറാം थे. അപ്പോൾ കലാപകാരികളിൽ ഈ ഇവിടെ നടന്ന ആ കലാപത്തിൽ മെയിനായിട്ടുള്ള നേതാക്കളായിരുന്നു ആരൊക്കെ? നാനാ സാഹിബ്, താന്ത്യ ടോപ്പെ, ഭക്തി ഖാൻ, അസിമുള്ള ഖാൻ, റാണി ലക്ഷ്മിബായി, ബേഗം ഹസ്രത് മഹൽ, കുंवर സിംഗ്.
മൗലവി അഹമ്മദുല്ല, ബഹാദൂർ ഖാൻ और റാവ് തുലാറാം थे. അപ്പോൾ ഞങ്ങളിപ്പോൾ കുവർ സിംഗിനെ പറ്റിയാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ 1857 आंदोलन स्वतंत्रता प्राप्ति की दिशा में एक दृढ़ कदम था. അപ്പോൾ 1857 എന്ന് പറയുന്നത് 57 ആന്തോളൻ സ്വതന്ത്രത ആ സമയത്ത് നടന്ന ആ ഒരു പ്രക്ഷോഭം. ആന്തോളൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്രൊട്ടസ്റ്റ് അല്ലെ. എല്ലാവരും കൂടെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്നും വേരോടെ എറിയാനായിട്ട്. അപ്പോൾ അതിനായിട്ട് എല്ലാവരും എല്ലായിടത്തും കലാപങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ 1857 ഈ ആന്തോളൻ, ഈ എന്താണ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്, ആന്തോളൻ സ്വതന്ത്രതാ പ്രാപ്തിക്ക് ദിശാമേ എക് ദൃഢ കദം ത. ഇതൊരു പുതിയൊരു കാൽവെപ്പായിരുന്നു എന്ന് പറയാം. അതായത് എന്താണ് ആദ്യത്തെ സ്റ്റെപ്പാണെന്ന് തന്നെ പറയാം. ആന്തോളൻ 1857 ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് തന്നെ ഇതിന് പറയാം. आगे चलकर जिस राष्ट्रीय एकता और आंदोलन की नींव पड़ी, उसकी आधार भूमि को निर्मित करने का काम 1857 के आंदोलन ने किया. അപ്പോൾ ആകെ ചൽക്കർ മുന്നോട്ട് പോയിട്ട് എന്താണ് ഞങ്ങളുടെ ഭാരതത്തിലെ ഈ ഐക്യം, രാഷ്ട്രീയ ഐക്യവും പിന്നെ ഓർ ആന്തോളൻ കി നീവ് പടി. ആന്തോളൻ എന്ന് പറഞ്ഞാൽ ഈ പ്രൊട്ടസ്റ്റ്, അതിനൊരു ഒരു വേരാണ് അവിടെ ഉറച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഉസ്കി ആധാർ ഭൂമിക്കോ നിർമ്മിത് കർണേ കാ കാം 1857 കെ ആന്തോളനെ കിയ. അതിൻ്റെ ഒരു മോഡൽ, ഒരു ആധാർ ഭൂമി എന്ന് പറയത്തില്ലേ, അതിന് ആദ്യത്തെ ഒരു തുടക്കം കുറിച്ചത് അതായത് ആദ്യത്തെ സമരം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കം കുറിച്ചത് എപ്പോഴാണ്? ഈ 1857 ആന്തോളൻ ആണെന്ന് പറയാം. 1857 നടന്ന ഈ ആന്തോളനാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ഐക്യവും പിന്നെ ഈ കലാപം, അതായത് ബ്രിട്ടീഷുകാരുടെ എഗൻസ്റ്റ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യണം എന്നൊരു തീരുമാനം, ആളുകളുടെ മനസ്സിൽ ഉറച്ചൊരു വിശ്വാസം, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അവരെ വേരോസം ആളുകളിൽ വരാൻ തുടങ്ങിയത് ഈ 1857 ആന്തോളന് ശേഷമാണ് എന്ന് പറയാം. भारत में सांप्रदायिक सद्भाव को बढ़ाने की दिशा में भी इस आंदोलन का विशेष महत्व. भारत में സാമ്പ്രദായിക് സദ്ഭാവ് സാമുദായിക ഐക്യം, സമൂഹത്തിലെ ആളുകളുടെ ഐക്യം, കമ്മ്യൂണൽ ഹാർമണിയെ കൂട്ടാനുള്ള കാര്യത്തിലും ഈ ആന്തോളൻ ഒരു പ്രത്യേക സ്ഥാനം വഹിച്ചിട്ടുണ്ട്. 1857 के आंदोलन में वीर कुंवर सिंह का नाम कई दृष्टियों से उल्लेखनीय है. അപ്പോൾ കുറേ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ 1857 ഈ ആന്തോളൻ ഈ പ്രൊട്ടസ്റ്റിൽ വീർ കുവർ സിംഗിൻ്റെ പേര് ഉല്ലേഖനീയാണ്, നോട്ടബിളാണ്. അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത്, അദ്ദേഹം എടുത്തു പറയേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ പേര്. 1857 ഈ പ്രക്ഷോഭത്തിന് ആ സമയത്തിൽ പോരാടിയ വീരന്മാരിൽ ഒരാളാണ് കുവർ സിംഗ്. അപ്പോൾ കുവർ സിംഗ് ജैसे वयोवृद्ध व्यक्ति ने ब्रिटिश शासन के खिलाफ बहादुरी के साथ युद्ध किया. അപ്പോൾ കുവർ സിംഗിനെ പോലെയുള്ള വയോവൃദ്ധ എന്ന് പറയാൻ കാരണം അദ്ദേഹം ഏജ്ഡ് ആയിരുന്നു. മറ്റുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലെ നല്ല യങ് അല്ലായിരുന്നു അദ്ദേഹം പ്രായമുള്ള ഒരാളായിരുന്നു. വയോവൃദ്ധത്തെ, അതായത് ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഉन्होंने ബ്രിട്ടീഷ് ശാസൻ കെ ഖിലാഫ് ബഹാദുരി കെ സാത്ത് യുദ്ധ കി. ഇത്രയും പ്രായമായിട്ട് പോലും അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തിന് എഗൻസ്റ്റ് ആയിട്ട്, ഖിലാഫ് എന്ന് പറഞ്ഞാൽ അവരുടെ എഗൻസ്റ്റ് ആയിട്ട് ബഹാദുരി കെ സാത്ത്, അതും നല്ല വീര്യത്തോടെ അദ്ദേഹം അവരുടെ എഗൻസ്റ്റ് ഫൈറ്റ് ചെയ്തു. ഉन्होंने युद्ध किया. വീർ കുവർ സിംഗ് കെ ബച്പൻ കെ ബാരെ മേ ബഹുത് അധിക് ജാൻകാരി നഹീ മിൽത്തി. അപ്പോൾ വീർ കുവർ സിംഗിൻ്റെ കുട്ടിക്കാലത്തെ പറ്റി അങ്ങനെ കൂടുതൽ അറിവ് ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല, അറിവ്. അപ്പോൾ കഹാ ജാത്താ ഹൈ കി കുവർ സിംഗ് കാ ജന്മ ബിഹാർ മേ ഷാഹാബാദ് ജിലെ കെ ജഗദീഷ്പുർ മേ സൻ 1782 ഇസ്വി മേ ഹുവാ താ. അപ്പോൾ പറയപ്പെടുന്നു, എന്താണ് പറയപ്പെടുന്നത്? കുവർ സിംഗ് കാ ജന്മ, അദ്ദേഹത്തിൻ്റെ ജനനം ബീഹാറിലെ ഷാഹാബാദ് ജില്ലയിലെ, ബീഹാറിലുള്ള ഷാഹാബാദ് എന്ന ജില്ലയിലെ ജഗദീഷ്പൂരിലാണ് അദ്ദേഹം ജനിച്ചത് എന്ന് പറയപ്പെടുന്നു. അതും 1782 അപ്പോൾ ഉൻകെ പിതാ കാ നാം സാഹബ്സാദ സിംഗ് और മാതാ കാ നാം പഞ്ച്രത്തൻ കുവർ था. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് സാബ്സാദ സിംഗ് എന്നും അമ്മയുടെ പേര് പഞ്ച്രത്തൻ കുവർ എന്നും ആയിരുന്നു. ഉൻകെ പിതാ സാബ്സാദ സിംഗ് ജഗദീഷ്പൂർ റിയാസത്ത് കെ ജമീന്ദാർ थे. ജമീന്ദാർ എന്ന് പറഞ്ഞാൽ ഭൂവുടമ, അതായത് അവിടുത്തെ ഭൂവുടമയായിരുന്നു അദ്ദേഹം. ജഗദീഷ്പൂർ എന്ന സ്ഥലത്ത്, ആ റിയാസത്ത്, അവിടുത്തെ ദേശീയ രാജ്യം എന്ന് പറയുന്നത് നാട്ടുരാജ്യം, ആ നാട്ടുരാജ്യത്തിലെ ഒരു ഭൂവുടമയായിരുന്നു അദ്ദേഹം.
परंतु उनको अपनी ज़मींदारी हासिल करने में बहुत संघर्ष करना पड़ा. പക്ഷേ അദ്ദേഹത്തിൻ്റെ എന്താണ് അധികാരം, ആ ഭൂമിയുടെ അധികാരം നേടാനായിട്ട് അദ്ദേഹം വളരെയധികം വളരെയധികം പോരാടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഹാസിൽ കർണേമേ, അതിൻ്റെ അധികാരം പിടിച്ചെടുക്കാനായിട്ട് അദ്ദേഹം വളരെയധികം പരിശ്രമിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. पारिवारिक उलझनों के कारण कुंवर सिंह के पिता बचपन में उनकी ठीक से देखभाल नहीं कर सके. പാരിവാരിക് ഉൽജനോക്കെ കാരണം, ഉൽജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലിക്കേഷൻ, കുടുംബത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ. കുറേ കുടുംബത്തിലെ പാരിവാരിക് എന്ന് പറഞ്ഞാൽ കുടുംബ പ്രശ്നങ്ങൾ. ഉൽജനോക്കെ കാരണം, കുടുംബ പ്രശ്നങ്ങൾ കാരണം കുंवर सिंह के पिता बचपन में उनकी ठीक से देखभाल नहीं कर सके. അതേ കാരണങ്ങൾ കൊണ്ട് അച്ഛന് कुंवर सिंगिനെ നല്ല രീതിയിൽ പരിപാലിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ജഗദീഷ്പൂർ लौटने के बाद ही वे कुंवर सिंह की पढ़ाई लिखाई की ठीक से व्यवस्थ कर पाए. അപ്പോൾ ജഗദീഷ്പൂരിൽ തിരിച്ചെത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തിന്, കുंवर സിംഗിന്, അദ്ദേഹത്തിൻ്റെ എഴുതലും പഠിക്കാനുള്ളതും എഴുതാനും ഒക്കെ, അതായത് പഠായി ലിക്കായി, പഠിത്തവും എഴുത്തും ഒക്കെ അദ്ദേഹത്തിൻ്റെ ശരിയായ രീതിയിൽ പിന്നീട് അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. ठीक से व्यवस्था कर पाया, നല്ല രീതിയിൽ അറേഞ്ച്മെൻറ്റ് അച്ഛന് ചെയ്യാൻ പറ്റിയത് ആ സമയത്താണ്. ജഗദീഷ്പൂർ लौटने के बाद, ജഗദീഷ്പൂരിൽ വന്നതിന് ശേഷം. कुंवर सिंह के पिता वीर होने के साथ साथ स्वाभिमानी एवं उदार स्वभाव के व्यक्ति थे. അപ്പോൾ कुंवर സിംഗിൻ്റെ അച്ഛൻ വീരനായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ സ്വാഭിമാനിയും കൂടിയായിരുന്നു. ഏവം ഉദാർ സ്വഭാവಕ್ಕೆ വ്യക്തിത്വ. ഉദാർ സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ലത് ചെയ്യുന്ന ആളാണ്, എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്ന ആളായിരുന്നു ആര്? കുंवर സിംഗിൻ്റെ അച്ഛൻ. അപ്പം അദ്ദേഹത്തിൻ്റെ സ്വഭാവം वे वीर थे, स्वाभिमानी थे, उसके साथ साथ वे उदार स्वभाव के भी थे. അപ്പോൾ उनके व्यक्तित्व का प्रभाव कुंवर सिंह पर भी पड़ा. അപ്പോൾ അച്ഛൻ്റെ ഈ നല്ല സ്വഭാവം, ഈ അദ്ദേഹത്തിൻ്റെ ആ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം എല്ലാം മകനും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ എഫക്റ്റ് कुंवर സിംഗിലും കാണാൻ സാധിക്കുമായിരുന്നു. कुंवर सिंह पर भी पड़ी. അപ്പോൾ कुंवर सिंह की शिक्षा दीक्षा की व्यवस्था उनके पिता ने घर पर ही की. അപ്പോൾ कुंवर സിംഗിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ പഠിത്തവും എല്ലാം, ശിക്ഷാ ദീക്ഷ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പഠിത്ത കാര്യങ്ങളെല്ലാം എന്താണ്, അതിൻ്റെ അറേഞ്ച്മെൻറ്റൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ചെയ്തു കൊടുത്തു. വഹി ഉനോനെ ഹിന്ദി, സംസ്കൃത് ഓർ ഫാർസി സീക്കി. അവിടെ തന്നെ, അതായത് വീട്ടിൽ തന്നെ ഇരുന്ന് ആണ് മകനെ പഠിപ്പിച്ചത് അച്ഛൻ. അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് ഹിന്ദി, സംസ്കൃതം, പിന്നെ ഫാർസി എന്ന ലാംഗ്വേജും എല്ലാം അദ്ദേഹം പഠിച്ചു. പരന്തു പഠനെ ലിഖ്നെ സെ അധികം, അതായത് പഠിക്കുന്നതിന് അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് എന്തിലായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ്? ഉൻകാ മൻ, അദ്ദേഹം മനസ്സ് ഏതിലായിരുന്നു ശ്രദ്ധ അദ്ദേഹം കൊടുത്തിരുന്നത്? ഘുഡ്സവാരി, അതായത് കുതിരസവാരി, തൽവാർ ബാസി, വാൾപ്പയറ്റ്, ഓർ കുഷ്തി, അതായത് റെസ്ലിംഗ്. അപ്പോൾ ഇതിലൊക്കെയായിരുന്നു കുഷ്തി ലഡ്നേമേ ലഗ്താ താ. അപ്പോൾ ഇതിലൊക്കെയായിരുന്നു അദ്ദേഹത്തിന് മനസ്സ്, അതായത് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. बाबू कुंवर सिंह ने अपने पिता की मृत्यु के बाद सन 1827 में अपनी रियासत की जिम्मेदारी संभाली. അപ്പോൾ ബാബു കുंवर സിംഗ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മൃത്യു, അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണത്തിന് ശേഷം 1827 അദ്ദേഹം തൻ്റെ നാട്ടുരാജ്യം റിയാസത്ത് കി ജിമ്മെദാരി സംഭാലി, അച്ഛൻ ഏറ്റെടുത്തിരുന്ന ആ നാട്ടുരാജ്യത്തിൻ്റെ ഭരണം അദ്ദേഹം ഏറ്റെടുത്തു, അതിൻ്റെ ആ റെസ്പോൺസിബിലിറ്റി അദ്ദേഹം ഏറ്റെടുത്തു. उन दिनों ब्रिटिश हुकूमत का अत्याचार ചരം സീമ പർത്ത. ആ കാലങ്ങളിൽ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അത്യാചാരം, അതായത് അവരുടെ ക്രൂരതകൾ അങ്ങേയറ്റം എത്തിക്കഴിഞ്ഞിരുന്നു. ചരം സീമ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം, എൻഡിലെത്തിക്കഴിഞ്ഞു, അതായത് അങ്ങേയറ്റം ആയി കഴിഞ്ഞിരുന്നു. ഇസേ ലോഗോ മേ ബ്രിട്ടീഷ് ഹുക്കുമത് കെ ഖിലാഫ് ഭയങ്കര അസന്തോഷ് ഉത്പन्न ഹോ രഹാ താ. അപ്പോൾ ആളുകളുടെ മനസ്സിൽ ഇതേ കാരണങ്ങൾ കൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ എഗൻസ്റ്റ് അങ്ങേയറ്റത്തെ അസന്തോഷം ജനിക്കാൻ തുടങ്ങി, മനസ്സിൽ അവരുടെ അസന്തോഷം ജനനമെടുക്കാൻ തുടങ്ങി. കൃഷി, ഉദ്योग और व्यापार का तो बहुत ही बुरा हाल था. ആ സമയങ്ങളിൽ കൃഷിയും പിന്നെന്താണ് വ്യാപാരവും പിന്നെ ഉദ്യോഗങ്ങളും ബിസിനസ്സും ഒക്കെ വ്യാപാർക്കാത്തു ബഹുത് ഹി ബുറാ ഹാൽ താ. ആ സമയത്ത് അതൊക്കെ വളരെയധികം മോശമായ സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. രജ്വാഡോം കെ രാജ് ദർബാർ ഭി സമാപ്ത് ഹോ ഗയേ थे. അപ്പോൾ രജ്വാടന്മാരുടെ രാജ് ദർബാർ എന്ന് പറയും. രാജ് ദർബാർ എന്ന് പറഞ്ഞാൽ രാജസഭ, അവരുടെ രജ്വാഡ് എന്ന് പറഞ്ഞാൽ ആ പൊളിറ്റിക്കൽ ഏജൻറ്റ് എന്ന് പറയും, പ്രസിഡൻറ്റ്, അവിടെയുള്ള
ഭരിക്കുന്നവരുടെ ആ ഒരു രാജ്യസഭ കൂടൽ, രാജ് ദർബാർ ഭി സമാപ്ത് ഹോ ഗയേ थे. അവിടെ രാജ്യസഭ കൂടുക അതൊക്കെ ഇല്ലാതാൻ തുടങ്ങി. അപ്പോൾ ഭാരതീയോं को अपने ही देश में महत्वपूर्ण और ऊंची नौकरियों से वंचित कर दिया गया था. ഭാരതീയന്മാർക്ക് അവരുടെ തന്നെ നാട്ടിൽ, അവരുടെ തന്നെ ദേശത്തിൽ ഒരു മഹത്വപൂർണ്ണ ഒരു ഊഞ്ചി നോക്കറി, നല്ല സ്ഥാനം കിട്ടുന്നതും പിന്നെ നല്ല രീതിയിലുള്ള ജോലികൾ ഇല്ലാതെ അതിൽ നിന്നും അവർ വഞ്ചിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതവർക്ക് ലഭിക്കാതെയായി. വഞ്ചിത് കർദിയാകെ, അവരുടെ ജോലിയിൽ നിന്നും അവർ വഞ്ചിക്കപ്പെടുന്നുണ്ടായിരുന്നു. കിട്ടാനുള്ള, അതായത് ഞങ്ങൾ കേപ്പബിൾ ആണ് എങ്കിൽ പോലും അത് കിട്ടാത്ത രീതിയിലായിരുന്നു ബ്രിട്ടീഷുകാർ ഞങ്ങൾക്ക് ആ സമയത്ത് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ इससे ब्रिटिश सत्ता के विरुद्ध देशव्यापी संघर्ष की स्थिति बन गई थी. ഇതേ എല്ലാ കാരണങ്ങൾ കൊണ്ട് ബ്രിട്ടീഷ് സത്ത, അതായത് ബ്രിട്ടീഷ് ഭരണം എന്ന് തന്നെ പറയാം. അപ്പോൾ ബ്രിട്ടീഷ് സത്തയ്ക്ക് വിരുദ്ധ, അവരുടെ ആ ഭരണത്തിന് എഗൻസ്റ്റ് ആയിട്ട് ദേശവ്യാപി സംഘർഷ്, ദേശവ്യാപി എന്ന് പറഞ്ഞാൽ ദേശത്തിലുടനീളം വ്യാപിച്ച് കഴിഞ്ഞിരുന്നു ആ സംഘർഷ്. എല്ലാവരും ഒരുമിച്ച് ഇതിന് എഗൻസ്റ്റ് ഫൈറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും പ്രൊട്ടസ്റ്റ് ഇറക്കി കഴിഞ്ഞു. സ്ഥിതി ബൻ ഗയി, അങ്ങനെയുള്ള ഒരു സ്ഥിതി വന്നു കഴിഞ്ഞിരുന്നു. ऐसी स्थिति में कुंवर सिंह ने ब्रिटिश हुकूमत से लोहा लेने का संकल्प लिया. लोहा लेना എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഗൻസ്റ്റ് അങ്ങേയറ്റം നിൽക്കുക. ഓക്കെ, ഹുക്കുമത്ത് സെ ലോഹ ലേനെ കാ സങ്കല്പ ലിയ. ഇതേ കാരണം ഈ സ്ഥിതിയിൽ ഇങ്ങനെ എല്ലാവരും ബ്രിട്ടീഷുകാരുടെ എഗൻസ്റ്റ് ഫൈറ്റ് ചെയ്യാനായിട്ട് ദേശത്തിലുടനീളം ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ കലാപങ്ങൾ ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ആ സമയത്താണ് കുവർ സിംഗും ഇതേ കാരണങ്ങൾ കൊണ്ട് ഇതേ സ്ഥിതിയിൽ കുവർ സിംഗിനെ ബ്രിട്ടീഷ് ഹുക്കുമത്ത് സെ ലോഹ ലേനെ കാ സങ്കല്പ ലിയ. ഇതേ സമയത്ത് അദ്ദേഹവും തീരുമാനിച്ചു ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് എഗൻസ്റ്റായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ അവരുടെ എഗൻസ്റ്റ് ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള സങ്കല്പ ലിയ. സങ്കല്പം എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കുക, ഉറച്ച തീരുമാനം, അതാണ് സങ്കല്പ്. जगदीशपुर के जंगलों में बसुरिया बाबा नाम के एक सिद्ध संत रहते थे. और ജഗദീഷ്പൂരിലെ കാട്ടിൽ ബസുരിയ ബാബ എന്ന പേരിലുള്ള ഒരു സിദ്ധൻ, ഒരു സെയിൻറ്റ് അവിടെ ഉണ്ടായിരുന്നു. സിദ്ധ സന്ത് രഹത്തെ थे, ഒരു സെയിൻറ്റ് അവിടെ ഉണ്ടായിരുന്നു ആ കാട്ടിൽ. ബസുരിയ ബാബ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഉन्होंने ही कुंवर सिंह में देशभक्त एवं स्वाधीनता की ഭാവന ഉത്പന്ന കീത്യ. ഈ ബസുരിയ ബാബ എന്ന് പറയുന്ന സെയിൻറ്റാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ദേശഭക്തിയും പിന്നെന്താണ് സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ആ ഒരു മനസ്സ്, അദ്ദേഹത്തിൻ്റെ ആ ഉള്ളിൽ ഒരു ഭാവന അദ്ദേഹമാണ് ജനിപ്പിച്ചത്. അതായത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭാരതത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ എന്ന് ഉള്ള ഒരു തോന്നൽ അദ്ദേഹത്തിൻ്റെ കൊണ്ടുവന്നത് ഈ ബസുരിയ ബാബ എന്ന് പറഞ്ഞ സെയിൻ്റ് ആയിരുന്നു. उन्होंने बनारस, मथुरा, कानपुर, लखनऊ आदि स्थानों पर जाकर विद्रोह की सक्रिय योजनाएं बनाई. അദ്ദേഹം ബനാറസ്, മഥുര, കാൺപൂർ, ലക്നൗ എന്നീ സ്ഥലങ്ങളിൽ പോയിട്ട് വിദ്രോഹത്തിനായിട്ട്, വിദ്രോഹം എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ എഗൻസ്റ്റ് ഫൈറ്റ് ചെയ്യുന്ന ആ കലാപങ്ങൾ സൃഷ്ടിക്കുക അല്ലേ, അതാണ് വിദ്രോഹം എന്ന് പറയുന്നത്. അപ്പോൾ കലാപങ്ങൾ ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് അതിൻ്റെ എന്താണ് സക്രിയ യോജനയും, അത് സക്രിയമായിട്ട് നല്ല ആക്റ്റീവായിട്ടുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തത് അദ്ദേഹമാണ്. വേ 1845 से 1846 तक काफ़ी सक्रिय रहे और गुप्त ढंग से ब्रिटिश हुकूमत के खिलाफ विद्रोह की योजना बनाते रहे. അപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്? 1845 അപ്പോൾ ഇവിടെ ബനാറസിലും മഥുരയും കാൺപൂർ, ലക്നൗ ഈ സ്ഥലങ്ങളിലൊക്കെ കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തു. അപ്പോൾ വേ 1845 से 1846 तक ആ സമയങ്ങളിലും അവിടെ നല്ല ആക്റ്റീവായിരുന്നു. സക്രിയ മീൻസ് ആക്റ്റീവ്, കാഫി സക്രിയ രഹേ ഓർ ഗുപ്ത് ഢംഗ് സേ, ഗുപ്ത ഢംഗ് എന്ന് പറഞ്ഞാൽ ആരും അറിയാത്ത രീതിയിൽ അല്ലേ, ഒളിപ്പോരാട്ടം എന്ന് പറയും, അതായത് എന്താണ് ഗൊറില്ല വാർ എന്നൊക്കെ പറയും, ഒളിപ്പോരാട്ടം. അപ്പോൾ ആ രീതിയിൽ ഗുപ്ത ഢംഗ് സേ ബ്രിട്ടീഷ് ഹുക്കൂമത്ത് കെ ഖിലാഫ് വിദ്രോഹ കി യോജന ബനാത്തെ. അത് ബ്രിട്ടീഷുകാർ അറിയാതെ, അതാണ് ഒളിപ്പോരാട്ടം എന്ന് പറയുന്നത്, അവരറിയാതെ മിണ്ടാതെ പിറകിൽ നിന്നുകൊണ്ട് ബ്രിട്ടീഷ് ഹുക്കൂമത്ത് കെ ഖിലാഫ്, ബ്രിട്ടീഷ് ഭരണത്തിന് എഗൻസ്റ്റ് ആയിട്ട് കലാപങ്ങൾ അദ്ദേഹം അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു.
उन्होंने बिहार के प्रसिद्ध सोनपुर मेले को अपनी गुप्त बैठकों की योजना के लिए चुना. അദ്ദേഹം ബീഹാറിലെ പ്രസിദ്ധമായിട്ടുള്ള സോൻപൂർ മേല എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കാർണിവൽ പോലെ എല്ലാം ഇങ്ങനെ കൂടിയിട്ട് കുറേ കളിക്കാനുള്ള ജയൻറ്റ് വീല്, പിന്നെ മേള ഇങ്ങനെ ഹോർസ് റൈഡ് അങ്ങനത്തെയൊക്കെ ഉണ്ടാവത്തില്ല. അപ്പോൾ കുറേ കളികളുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമാണ് മേല എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം, അതായത് അറിയത്തില്ല ബ്രിട്ടീഷുകാർക്ക് അവിടെ എന്താ നടക്കുന്നതെന്ന് ആ രീതിയിൽ, കാരണം ഒളി പോരാട്ടമാണ്. അപ്പോൾ ഉन्होंने ബിഹാർ കെ പ്രസിദ്ധ, അവിടെ ഫേമസ് സോൻപൂർ മേല അവിടെ ഫേമസ് ആണ്. ആ മേലയിൽ വെച്ചിട്ടാണ് അപ്നി ഗുപ്ത് ബേഠകോക്കി യോജന കെ ലിയെ ചുന. ആ സ്ഥലമാണ് അദ്ദേഹം സെലക്ട് ചെയ്തത് ഈ ഗുപ്ത് ബേഠക് കെ ലിയെ. അവിടെ എന്താണ് സീറ്റിംഗ്, ഗുപ്ത് ബേഠക് എന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെ മീറ്റിംഗ് കൂടുമായിരുന്നു. ഓക്കെ, ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മേല അദ്ദേഹം ചൂസ് ചെയ്തത്. സോൻപൂർ കെ മേലേക്കോ ഏഷ്യ കാ സബ്സെ ബഡാ പശുമേല മാനാ ജാത്താ ഹെ. അപ്പോൾ സോൻപൂർ മേല എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പശുമേല എന്ന് പറയാം. ഓക്കെ, യഹ് മേല കാർത്തിക് പൂർണിമ കെ അവസർ പർ ലഗ്താ ഹെ. ഇത് കാർത്തിക് പൗർണമിയുടെ മാസത്തിലാണ്, കാർത്തിക് പൗർണമി ഉള്ള സമയത്താണ്, ആ ടൈമിലാണ് ഈ മേല നടക്കുന്നത്. യഹ് ഹാത്തിയോം കെ ക്രയവിക്രയ് കെ ലിയെ ഭി വിഖ്യാത് ഹെ. ഇത് എലിഫൻസിൻ്റെ, ആനകളുടെ ക്രയവിക്രയങ്ങൾ, അതായത് വാങ്ങിക്കലും മേടിക്കലും വിൽക്കലും ഒക്കെ നടക്കുന്ന ക്രയവിക്രയം എന്ന് പറഞ്ഞാൽ അതാണ് മേടിക്കുക വിൽക്കുക എന്ന് പറയുന്ന ക്രയവിക്രയ് കെ ലിയെ ഭി വിഖ്യാത്, അതിനും അത് ഫേമസ് ആണ്. വിഖ്യാത് എന്ന് പറഞ്ഞാൽ ഫേമസ്. അപ്പോൾ इसी ऐतिहासिक मेले में उन दिनों स्वाधीनता के लिए लोग एकत्र होकर ക്രാന്തി കെ ബാരെ മേ യോജന ബനാത്തെ തെ. അപ്പോൾ ഇതേ ഐതിഹാസികമായിട്ടുള്ള മേളയിൽ വെച്ചിട്ടാണ് ആ കാലത്ത് സ്വാതന്ത്ര്യത്തിനായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടി ഏകത്ര ഹോക്കർ ക്രാന്തി കെ ബാരെ മേ, വിപ്ലവത്തിനായിട്ടുള്ള യോജനകൾ എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് വിപ്ലവം ഇറക്കേണ്ടത് എന്നൊക്കെ അവർ തീരുമാനിക്കുന്നത് ഈ മേളയിൽ വെച്ചിട്ടായിരുന്നു. 25 जुलाई 1857 को दानापुर की सैनिक टुकड़ी ने विद्रोह कर दिया और सैनिक सोन नदी पार कर आरा की ओर चल पड़े. അപ്പോൾ 25 ജൂലൈ 1857 ദാനാപൂരിലെ സൈനിക് ടുക്ടി എന്ന് പറയുന്നത് അവിടെ ഒരു ട്രൂപ്പ്, ഒരു ഗ്രൂപ്പായിട്ട് ഒരു സൈനികന്മാർ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സൈനിക് ടുക്ടീനെ വിദ്രോഹ കർദിയ, അവർ അതിന് എഗൻസ്റ്റ് ആയിട്ട് ഇറങ്ങി, കലാപം ഇറക്കി. ഓർ സൈനിക് സോൻ നദി പാർക്കർ ആറാക്കി ഓർ ചൽപ്പടി, ആര എന്ന സ്ഥലത്തേക്ക് അവർ സോൻ നദിയും നടന്ന് നീങ്ങി. കുവർ സിംഗ് സെ ഉൻകാ സമ്പർക്ക് പഹലെ സെ ഹി താ. അപ്പോൾ കുവർ സിംഗുമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, സമ്പർക്ക് പഹലെ സെ ഹി താ. ഇസ് മുക്തി വാഹിനി के सभी बागी सैनिकों ने कुंवर सिंह का जयघोष करते हुए आरा पहुंचकर जेल के सलाखें तोड़ दी और कैदियों को आज़ाद कर दिया. അപ്പോൾ ഇസ് മുക്തിവാഹിനിക്ക് സഭി ഭാഗി, മുക്തിവാഹിനി എന്ന് പറയാൻ കാരണം എന്താണ്, ഇതിനായിട്ട് എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. ഒരു ഒഴുക്ക് എന്ന് പറയത്തില്ലേ, അതായത് സ്വാതന്ത്ര്യ സമരത്തിനായിട്ടുള്ള ആ ഒഴുക്ക്, അതായത് മുക്തിവാഹിനി എന്ന് പറയുന്നത്. കെ സഭി ഭാഗി സൈനികോനെ, ഭാഗി സൈനിക് എന്ന് പറഞ്ഞാൽ സോൾജിയേഴ്സ് തന്നെ, അതായത് റെബൽ സോൾജിയേഴ്സ്, ഇതിനായിട്ട് ഫൈറ്റ് ചെയ്ത് ഇറങ്ങിയിരിക്കുന്ന കലാപകാരികളായിട്ടുള്ള സൈനികന്മാർ. ഓക്കെ, അങ്ങനെയുള്ള ഈ സൈനികന്മാരെല്ലാവരും കുവർ സിംഗ് ക ജയ്ഘോഷ് കർത്തേ ഹുവേ, കുവർ സിംഗിൻ്റെ ജയ്കാർ കർത്തേ ഹുവേ, ജയ്ഘോഷ് എന്ന് പറഞ്ഞാൽ ജയ് കുവർ സിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ആരാ പਹੁഞ്ചക്കർ ജയിൽ കി സല്ലാഖേം തോടുതി. അവരെന്താ ചെയ്തത്, ഈ സൈനികന്മാർ ആരായിലെ ജയില്, അവർ ജയിലിൻ്റെ ആ ബ്രാസിൻ്റെ ആ വടികളൊക്കെ തോടുതി. ഓർ कैदियों ആസാദ് കർ ദിയ. അവിടെ അങ്ങനെ कैदियों ജയിൽവാസികളെയൊക്കെ സ്വതന്ത്രരാക്കി. 27 जुलाई 1857 को कुंवर सिंह ने आरा पर विजय प्राप्त की. 27 जुलाई 1857 ആയപ്പോൾ കുവർ സിംഗ് എന്താണ്, ആര पर വിജയ് പ്രാപ്തി. അങ്ങനെ ആരയെ അദ്ദേഹം പിടിച്ചെടുത്തു, അവിടെ അദ്ദേഹം വിജയിക്കുകയുണ്ടായി. സിപായിയോ നെ ഉൻഹെ ഫൗജി സലാമി ദി. ഫൗജി സലാമി എന്ന് പറഞ്ഞാൽ സെല്യൂട്ട് കൊടുക്കുക, ആർമിക്കാരുടെ ആ സെല്യൂട്ട് കൊടുക്കുക. സിപ്പായിയാം, സോൾജിയേഴ്സ്, അവരെല്ലാവരും അദ്ദേഹത്തിന് സെല്യൂട്ട് കൊടുത്തു കുंवर സിംഗിന്. യദ്യപി कुंवर सिंह बूढ़े हो चले थे परंतु वह बूढ़ा शूरवीर ऐसी इस अवस्था में भी युद्ध के लिए तत्पर हो गया और आरा क्रांति का महत्वपूर्ण केंद्र बन गया.
യദ്യപി കുവർ സിംഗ് ബൂഡേ ഹോ ചലെ, പ്രായമുള്ള ആളായിരുന്നു കുവർ സിംഗ്. എന്നിരുന്നാൽ പോലും അദ്ദേഹം എന്താണ് ചെയ്തത്? ഹോ ചലെ പരന്തു വ ബൂഢാ ശൂർവീർ ഇസ് അവസ്ഥ മേ ബി യുദ്ധ കെ ലിയെ തത്പർ ഹോ ഗയാ. അദ്ദേഹം എന്നിട്ടും അദ്ദേഹം എന്താണ് യുദ്ധത്തിനായിട്ട് അദ്ദേഹം നല്ല ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു. അദ്ദേഹം എപ്പോഴും റെഡി ആയിരുന്നു ബ്രിട്ടീഷുകാരുടെ എഗൻസ്റ്റ് യുദ്ധം ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള ഒരു ശൂർവീരായിരുന്നു, ഒരു വീരനായിരുന്നു അദ്ദേഹം. युद्ध के लिए तत्पर हो गया और आरा क्रांति का महत्वपूर्ण केंद्र बन गया. അപ്പോൾ ആര എന്ന സ്ഥലത്തെ ആ ക്രാന്തി, ആ കലാപം സൃഷ്ടിക്കാൻ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെയാണ്. മഹത്വപൂർണ്ണ കേന്ദ്ര ബന, അദ്ദേഹമാണ് മെയിൻ ആയിട്ടുള്ള കേന്ദ്രം. ആരയ്ക്ക് വിജയം പ്രാപിക്കുന്ന കാര്യത്തിൽ അദ്ദേഹമാണ് മെയിൻ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി എന്ന് പറയാം. दानापुर और आरा की इस लड़ाई की ज्वाला ബിഹാർ में സർവത്ര വ്യാപ്ത हो गई थी. അപ്പോൾ ദാനാപൂരിലെയും ആരയിലും നടന്ന ഈ വഴക്കിൻ്റെ ജ്വാല, ഈ കലാപത്തിൻ്റെ ജ്വാല എന്ന് പറയുന്നത് ബീഹാറിൽ എല്ലായിടത്തും സർവത്ര വ്യാപ്ത हो गई थी. ബീഹാറിൽ ഉടനീളം വ്യാപ്തമായിട്ട് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു, എല്ലാവരും അതിനായിട്ട് സ്ട്രഗിൾ ചെയ്യാനായിട്ട് തുടങ്ങി. ലേക്കിൻ ദേശീയ സൈനികോനെ അനുശാसन की कमी, स्थानीय ज़मींदारों का अंग्रेज़ों के साथ सहयोग करना एवं आधुनिकतम शस्त्रों की कमी के कारण जगदीशपुर का पतन रोका न जा सका. അപ്പോൾ ഈ ദാൻപൂരിലും ആരയിലും അങ്ങേയറ്റത്തെ ഫൈറ്റ് നടന്നിട്ട് കലാപമൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞു. അങ്ങനെ ആ കലാപത്തെപ്പറ്റി കലാപം ഓരോ ഇടത്തും ഇങ്ങനെ വ്യാപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ദേശീയ സൈനികവുമിനെ അനുശാസൻ കി കമ്മി, ദേശീയ സൈനികം എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ സൈനികന്മാരുടെ അനുശാസനം, അവരുടെ ആ ഡിസിപ്ലിൻ്റെ ആ കുറവ് കാരണം, അനുശാസനം ഡിസിപ്ലിൻ്റെ ആ കുറവ് കാരണം, പിന്നെ സ്ഥാനീയ ജമീന്ദാർ, അവിടെ ഉണ്ടായിരുന്ന ഭൂ ഉടമകളുടെ അവരുടെ ബ്രിട്ടീഷുകാരോടുള്ള കൂടുതൽ അവർക്ക് കൂടുതൽ അവർ സപ്പോർട്ട് കൊടുക്കുമായിരുന്നു. സഹयोग, ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുമായിരുന്നു ഈ ജമീന്ദാരുടെയൊക്കെ, അതാത് സ്ഥലങ്ങളുടെ ഭൂ ഉടമകളുടെ സഹയോഗം. അതൊക്കെ കാരണം ബ്രിട്ടീഷുകാർക്ക് സഹയോഗം കിട്ടും. അപ്പോൾ അത് കാരണങ്ങളൊക്കെ ഏവം ആധുനികതം ശസ്ത്രവും കി കമ്മി, അത് മാത്രമല്ല ആധുനികതം മോഡേൺ ആയിട്ടുള്ള ശസ്ത്രങ്ങൾ, അതിൻ്റെയൊക്കെ കുറവുകൾ, ഇപ്പോൾ ഗണ്ണ് അങ്ങനത്തെയൊക്കെ കിട്ടാൻ ഇല്ലായിരുന്നു. അപ്പോൾ ആധുനികതയോട് കൂടിയിട്ടുള്ള ശസ്ത്രങ്ങളുടെ കുറവും അതൊക്കെ ജഗദീഷ്പൂർ കാ പതൻ റോക്ക നജസ, അതേ കാരണങ്ങൾ കൊണ്ട് ജഗദീഷ്പൂർ ഇവർക്ക് പിടിച്ചെടുക്കാനായിട്ട് സാധിച്ചില്ല, ബ്രിട്ടീഷുകാരിൽ നിന്നും പിടിച്ചെടുക്കാനായിട്ട് സാധിച്ചില്ല. 13 अगस्त को जगदीशपुर में कुंवर सिंह की सेना अंग्रेज़ों से परास्त हो गई. പരാസ്ത് ഹോ ജാന എന്ന് പറഞ്ഞാൽ അവർ തോൽക്കുക. ഓക്കെ, അപ്പോൾ അവിടെ 13 ഓഗസ്റ്റ് ജഗദീഷ്പൂരിൽ കുവർ സിംഗ് ബ്രിട്ടീഷുകാരുടെ സൈനികന്മാരുമായിട്ട് അദ്ദേഹം തോൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ കിന്തു ഇസ്സെ വീർവർ കുവർ സിംഗ് കാ ആത്മബൽ ടൂട്ടാ നഹി, പക്ഷേ ഈ കാരണങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാരുടെ എഗൻസ്റ്റ് തോറ്റത് കൊണ്ടോ അദ്ദേഹത്തിൻ്റെ ആത്മബലത്തിന് ഒരു കുറവും വരുന്നില്ല. ആത്മബൽ ടൂട്ടാ നഹി. और वे भावी संग्राम की योजना बनाने में तत्पर हो गए. ഇനി മുന്നോട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തെ പറ്റി അദ്ദേഹം ഓർക്കാൻ തുടങ്ങി. ഇനി എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന തീരുമാനങ്ങൾ അദ്ദേഹം എടുക്കാൻ തുടങ്ങി. ഭാവി സംഗ്രാം കി യോജന, അതിനാവശ്യമുള്ള പ്ലാനുകൾ അദ്ദേഹം ചെയ്യാൻ തുടങ്ങി. ഭാവി സമരത്തിനായിട്ട്, സ്വാതന്ത്ര്യ സമരത്തിനായിട്ട്. वे क्रांति के अन्य संचालक नेताओं से मिलकर इस आज़ादी की लड़ाई को आगे बढ़ाना चाहते थे. അദ്ദേഹം മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സഹായത്തോടെ ഈ കലാപം സൃഷ്ടിക്കാനായിട്ട്, ക്രാന്തിക്ക് അന്യ സഞ്ചാലക്, കലാപങ്ങൾ സൃഷ്ടിക്കുന്ന മറ്റ് സഞ്ചാലകന്മാർ, അതായത് മറ്റ് നേതാക്കന്മാർ അല്ലേ, സഞ്ചാലക് നേതാവും സെ മിൽക്കർ ഇസ് ആസാദിക്ക് ലഡായിക്കോ ആകെ ബടാനാ ചാത്തത്, ഈ സ്വാതന്ത്ര്യ സമരത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു, മറ്റ് നേതാക്കളുമായിട്ട് കൂടിയിട്ട്. कुंवर सिंह सासाराम से मिर्ज़ापुर होते हुए रीवा, കാൽപ്പി, കാൺപൂർ ഏവം ലക്നൗ തക് ഗയി. അപ്പോൾ അദ്ദേഹം സാസാറാമിൽ നിന്നും മിർസാപൂരിലൂടെ പോയി റീവ, കാൽപ്പി, കാൺപൂർ പിന്നെ ലക്നൌവിലും വരെ എത്തിച്ചേർന്നു. തക് ഗയി, അവിടം വരെ എത്തി. ലക്നൗ മേ ശാന്തി നഹി തി, ലക്നൌവിൽ ഒരു വിധത്തിലുള്ള സമാധാനം ഇല്ലായിരുന്നു ആളുകളിൽ. ഇസ്ലിയെ ബാബു കുവർ സിംഗിനെ ആസംഗഡ് കി ഓർ പ്രസ്ഥാൻ കിയ, അതുകൊണ്ട് തന്നെ കുവർ സിംഗ് ആസംഗഡിലോട്ട് അദ്ദേഹം യാത്രയായി, ആസംഗഡിലോട്ടായിട്ട് അദ്ദേഹം പോയി. ഉन्होंने ആസാദി की इस आग को बराबर जलाए रखा. അദ്ദേഹം ഭാരതത്തിൻ്റെ ആളുകളുടെ മനസ്സിൽ ആ ആസാദിക്ക് വേണ്ടിയുള്ള ആ ഒരു മനസ്സ്
എപ്പോഴും അവരുടെ മനസ്സിൽ ഇങ്ങനെ ഭാരതത്തിന് വേണ്ടി എന്താണ് പോരാടണം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ വേരോടെ പിഴുതെറിയണമെന്ന ആ ഒരു മനോഭാവം എപ്പോഴും അവരുടെ ഉള്ളിൽ അദ്ദേഹം കൊണ്ടുവന്നുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് വീരത്താക്കി കീർത്തി പൂരെ ഉത്തർ ഭാരത് മേ ഫെയിൽ ഗയ. അദ്ദേഹത്തിൻ്റെ ധീരതയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ആ മഹത്വം, ധീരതയുടെ മഹത്വം, അദ്ദേഹത്തിൻ്റെ ആ കീർത്തി നോർത്ത് ഇന്ത്യയിൽ മുഴുവനുമായിട്ടും പടർന്നു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തെ പറ്റി കൂടുതൽ ആളുകൾ അറിയാൻ തുടങ്ങി, അദ്ദേഹത്തെ ധൈര്യത്തെപ്പറ്റി, അദ്ദേഹം ധീരതയെപ്പറ്റി. കുവർ സിംഗ് की इस विजय यात्रा से अंग्रेज़ों के होश उड़ गए. होश उड़ जाना എന്ന് പറഞ്ഞാൽ അവർക്ക് അതിശയം തോന്നിപ്പോയി എന്ന മീനിങ് ആണ് അവിടെ വരുന്നത്. ബ്രിട്ടീഷുകാർക്ക് കുവർ സിംഗിൻ്റെ ഈ വിജയ് യാത്ര, അദ്ദേഹത്തിൻ്റെ ആ വിജയത്തെ പറ്റി കേട്ട്, വിജയ് യാത്രാസെ, അദ്ദേഹത്തിൻ്റെ ആ വിജയത്തിൻ്റെ ആ യാത്രകൾ കേട്ടപ്പോൾ അദ്ദേഹം എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ കാര്യങ്ങൾ അവർ കേൾക്കാൻ ഇടയാവുമ്പോൾ അവർക്ക് അതിശയം തോന്നിപ്പോകുമായിരുന്നു. ഹോഷ് ഉടുകയെ. कई स्थानों के सैनिक एवं राजा कुंवर सिंह की अधीनता में लड़े. അപ്പോൾ കൈ സ്ഥാനോം കെ സൈനിക്, കുറേ സ്ഥലങ്ങളിലെ സൈനികന്മാരും ഏവം രാജ കുവർ സിംഗ് കി അധീനത में लड़े. ഈവൻ രാജാക്കന്മാർ പോലും കുവർ സിംഗിൻ്റെ, അതായത് കുവർ സിംഗിൻ്റെ അണ്ടർ, അതായത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഉൻകി യ ആസാദി കി യാത്ര ആകെ ബഡ്ത്തി രഹി. അദ്ദേഹത്തിൻ്റെ ഫ്രീഡത്തിനായിട്ടുള്ള ഈ യാത്ര എന്ന് പറയുന്നത് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ലോക് ഷാമിൽ ഹോത്തെ ഗയെ ഓർ ഉൻകി അഗുവായി മേ ലഡ്തേ രഹി. ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ കൂടാൻ തുടങ്ങി. കുറേ പേര് അദ്ദേഹത്തിൻ്റെ കൂടെ ബ്രിട്ടീഷുകാരുടെ എഗൻസ്റ്റ് പോരാടാനായിട്ടുള്ള ഈ സമരത്തിൽ കൂടിച്ചേരാൻ തുടങ്ങി. അത് അഗ്വായി മേ ലഡ്തേ രഹി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, അഗ്വായി മീൻസ് നേതൃത്വത്തിൽ, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ എല്ലാവരും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ബ്രിട്ടീഷുകാരുടെ എഗൻസ്റ്റ്. അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാവരും കൂടിച്ചേരാൻ തുടങ്ങി, അദ്ദേഹത്തിൻ്റെ യാത്രയിൽ എല്ലാവരും കൂടാൻ തുടങ്ങി. इस प्रकार ग्वालियर जबलपुर के सैनिकों के सहयोग से सफल सैन्य रणनीति का प्रदर्शन करते हुए वे लखनऊ पहुँचे. അപ്പോൾ അങ്ങനെ ഓരോരുത്തരിങ്ങനെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൂടി. इस प्रकार ग्वालियर, അങ്ങനെ ഗ്വാളിയർ ജബൽപൂർ കെ സൈനിക്കോം കെ സഹയോഗ് സെ, ജബൽപൂരിലെയും ഗ്വാളിയറിലെയും സൈനികന്മാരുടെ സഹായത്തോടെ സഫൽ സൈന്യ രണനീതി കാ പ്രദർശൻ കർത്തേ ഹുവേ വേ ലക്നൗ പहुँचे. അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള സൈന്യ രണനീതി എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജി എന്ന് പറയത്തില്ലേ, അവരെങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു സൈന്യത്തെ ലീഡ് ചെയ്യുക എന്ന ഒരു മോഡൽ എന്ന രീതിയിൽ അദ്ദേഹം പ്രദർശിപ്പിച്ചുകൊണ്ട് കർത്തേ ഹുവേ വി ലക്നൗ പहुँचे. അങ്ങനെ ഒരു മോഡൽ സൈന്യവുമായിട്ട് അല്ലേ, അതുമായിട്ട് അദ്ദേഹം ലക്നൗ അവിടെ എത്തിച്ചേരുകയാണ്. आजमगढ़ की ओर जाने का उनका उद्देश्य था. इलाहाबाद एवं बनारस पर आक्रमण कर शत्रुओं को पराजित करना और अंततः जगदीशपुर पर अधिकार करना. അസംഗഡ് കി ഓർ ജാനേക്ക, അസംഗഡിലോട്ട് നേരെ പോകണം, എന്നിട്ട് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. പിന്നെ ഇലഹബാദ് ഏവം ബനാറസ് പർ ആക്രമൺകർ, ഇലഹബാദിലും ബനാറസിനെയും ആക്രമിക്കണം, അവിടെയുള്ള ബ്രിട്ടീഷുകാരെ ആക്രമിക്കണം. ആക്രമൺകർ ശത്രുവോଙ୍କୁ പരാജിത് കർണ, അവിടെ ആക്രമിച്ച് അവരെ പരാജയപ്പെടുത്തുക. और अंततः എറ്റ് ലാസ്റ്റ് ജഗദീഷ്പൂർ പർ അധികാർ കർണ, എന്നിട്ട് എറ്റ് ലാസ്റ്റ് ജഗദീഷ്പൂരിൽ അധികാരം പ്രാപിക്കണം. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അംഗ്രേസോം ഓർ കുവർ സിംഗ് കി സേന കെ ബീച്ച് ഘമാസാൻ യുദ്ധ ഹുവ. അപ്പോൾ ബ്രിട്ടീഷുകാരുടെയും കുവർ സിംഗിൻ്റെ സൈന്യത്തിൻ്റെയും ഇടയിൽ അങ്ങേയറ്റത്തെ യുദ്ധം, അതായത് ഘമാസാൻ യുദ്ധം, അങ്ങേയറ്റത്തെ യുദ്ധം നടന്നു. ഉन्होंने 26 മാർച്ച് 1858 को അസംഗഡ് पर कब्जा कर लिया. അപ്പോൾ 22 മാർച്ച് 1858 അസംഗഡ് അദ്ദേഹം ക്യാപ്ചർ ചെയ്തെടുത്തു, അദ്ദേഹം പിടിച്ചെടുത്തു. അംഗ്രേസോം ने दोबारा വീണ്ടും ബ്രിട്ടീഷുകാർ അസംഗഡ് पर ആക്രമण किया. ബ്രിട്ടീഷുകാർ വീണ്ടും അസംഗഡിലെ ആക്രമിച്ചു. കുവർ സിംഗ് ने एक बार फिर അസംഗഡ് में अंग्रेज़ों को हराया. വീണ്ടും അദ്ദേഹം അസംഗഡിലെ ബ്രിട്ടീഷുകാരെ വീണ്ടും അദ്ദേഹം തോൽപ്പിച്ചു. ബ്രിട്ടീഷുകാർ അസംഗഡിനെ അറ്റാക്ക് ചെയ്തു, വീണ്ടും കുവർ സിംഗ് അവരെ തോൽപ്പിച്ചു, അസംഗഡ് വീണ്ടും കൈക്കലാക്കി. അപ്പോൾ ഇസ് പ്രകാരം ഇങ്ങനെ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തെ
തോൽപ്പിച്ചുകൊണ്ട് പരാസ്തകർ അങ്ങേറ്റത്തെ തോൽവി അവർക്ക് നൽകിക്കൊണ്ട് വീർ കുവർ സിംഗ് 37 अप्रैल 1858 को स्वाधीनता की विजय पताका फहराते हुए ജഗദീശ്പൂർ പਹੁഞ്ചെ. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ സൈന്യം അവിടെ തോൽപ്പിച്ചു. എന്നിട്ട് അതിനുശേഷം 23 ഏപ്രിൽ 1858 സ്വാതന്ത്ര്യത്തിൻ്റെ പതാക വിജയ് പതാക, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ വിജയ പതാക അവിടെ എന്താണ് പറത്തി അദ്ദേഹം. ജഗദീശ്പൂർ പਹੁഞ്ചുകയും ഓർ ഫെഹറായ, ജഗദീശ്പൂരും അദ്ദേഹം അവിടെ കൈക്കലാക്കി, അദ്ദേഹം പിടിച്ചെടുത്തു. किंतु इस बूढ़े शेर को बहुत अधिक दिनों तक इस विजय का आनंद लेने का सौभाग्य न मिला. പക്ഷേ ഈ പ്രായമായ ഈ സിംഹത്തിന് बहुत अधिक दिनों तक കുറേ കാലം അദ്ദേഹത്തിന് ഈ വിജയത്തിൻ്റെ ആ സന്തോഷം ആസ്വദിക്കാനുള്ള ആ സൗഭാഗ്യം ലഭിച്ചിട്ടില്ല. इसी दिन विजय उत्सव मनाते हुए लोगों ने यूनियन जैक उतार कर अपना झंडा फहराया. അപ്പോൾ ഇതേ ദിവസം വിജയ് ഉത്സവ് മനാത്തെ ഹുവേ, ഇതേ ദിവസം വിജയ് ഉത്സവം ആഘോഷിച്ചുകൊണ്ട് ആളുകൾ യൂണിയൻ ജാക്ക് എന്ന് പറഞ്ഞാൽ അംഗ്രേസോं का झंडा, ബ്രിട്ടീഷുകാരുടെ കോടി, അത് ഉത്താർക്കർ അപ്ന झंडा ഫെറായ, അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കോടി താഴെ എടുത്ത് ഭാരതത്തിൻ്റെ പതാക പറത്തി. इसके 3 दिन बाद 26 अप्रैल 1858 को यह वीर इस संसार से विदा होकर अपनी अमर कहानी छोड़ गए. इसके 3 दिन बाद, അതായത് ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച് ബ്രിട്ടീഷുകാരുടെ പതാക താഴെ ഇറക്കി ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ വിജയ പതാക പറത്തി ജഗദീശ്പൂരിൽ. അപ്പോൾ ഈ വിജയ ഉത്സവം അവിടെ നടക്കുകയായിരുന്നു. അതിന് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇസ്കെ 3 दिन बाद ഈ 26 ഏപ്രിൽ 26 ഏപ്രിൽ 1858 यह वीर इस संसार से विदा होकर अपनी अमर कहानी छोड़ गया. അപ്പോൾ ഈ ലോകത്തിൽ നിന്നും അദ്ദേഹം വിടവാങ്ങി. അദ്ദേഹത്തിൻ്റെ അമർ കഹാനി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത ആ ഒരു കഥ, എപ്പോഴും ആളുകളുടെ മനസ്സിൽ ആ കഥ നിലനിൽക്കും. അപ്പോൾ അമർ കഹാനി ചോട് ഗയ, അങ്ങനെയുള്ള ഒരു കഥയാണ് അദ്ദേഹം വിട്ടുപോയത്, അദ്ദേഹത്തിൻ്റെ വീരകഥകൾ. സ്വാധീനതാ സേനാനി വീർ കുവർ സിംഗ് യുദ്ധകലാ में പൂരി തര കുശൽ തെ. സ്വാതന്ത്ര്യ സമര സേനാനിയായ വീർ കുവർ സിംഗ് യുദ്ധകലയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് അങ്ങേയറ്റം കഴിവുണ്ടായിരുന്നു. കുശൽ തെ, അദ്ദേഹം കേമനായിരുന്നു. ഛാപ്പാമാർ യുദ്ധ കർണിമേ ഉന്നെ മഹാരത് ഹാസിൽ തെ. അദ്ദേഹം ഛാപ്പാമാർ യുദ്ധം എന്ന് പറഞ്ഞാൽ ഗറില്ല വാർ എന്ന് പറയും, ഒളി പോരാട്ടം, അതിൽ അദ്ദേഹം മാസ്റ്റർ എന്ന് പറയാം, മാസ്റ്ററി ഹാസിൽ की थी. कुंवर सिंह के रण कौशल को अंग्रेज़ी सेना नायक समझने में पूर्णतः असमर्थ थे. അദ്ദേഹത്തിൻ്റെ ആ रण കൗശൽ എന്ന് പറഞ്ഞാൽ യുദ്ധ പോരാട്ടത്തിനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ കുശലത, അദ്ദേഹത്തിൻ്റെ ആ കഴിവ്, ഒരു യുദ്ധത്തിനായിട്ട് അദ്ദേഹം ഉപയോഗിച്ച സ്ട്രാറ്റജീസ് ബ്രിട്ടീഷുകാരുടെ സൈന്യ നായകന്മാർക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ അങ്ങേയറ്റം പ്രയാസമായിരുന്നു. പൂർണ്ണതഃ അസമർത്ഥത, അതിൽ അവർക്ക് കഴിവുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് കഴിവായിരുന്നു കുവർ സിംഗിൻ്റെ ആ രണകൗശൽ, അദ്ദേഹത്തിൻ്റെ ആ സ്ട്രാറ്റജീസ്, യുദ്ധത്തിനായിട്ട് അദ്ദേഹം ഉപയോഗിച്ച സ്ട്രാറ്റജീസ്. दुश्मन को उनके सामने से या तो भागना पड़ता था या कट मारना पड़ता था. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ യുദ്ധം ചെയ്യുന്നവർ, അദ്ദേഹത്തിൻ്റെ എതിരാളികൾ എന്ന് പറയുന്ന യുദ്ധം ചെയ്യുന്നവർ, അവർക്ക് അവിടെ നിന്ന് ഓടേണ്ടതായിട്ട് വരുമായിരുന്നു. അപ്പോൾ 1857 के स्वतंत्रता संग्राम में इन्होंने तलवार की जिस धार से अंग्रेज़ी सेना को मौत के घाट उतारा, उसकी चमक आज भी भारतीय इतिहास के पृष्ठों पर अंकित है. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പോരാട്ടത്തെ പറ്റി പറയുകയാണ്, 1857 സ്വാതന്ത്ര്യ സമരത്തെ പറ്റി പറയുകയാണ്. ആ 1857 സ്വാതന്ത്ര്യ സമരം, അദ്ദേഹം പോരാടിയ ആ ഫ്രീഡം സ്ട്രഗിൾ, ആ ഫ്രീഡം സ്ട്രഗിളിൽ അദ്ദേഹത്തിൻ്റെ വാളിൻ്റെ മുനയിലാണ് ബ്രിട്ടീഷുകാരെ എല്ലാവരെയും വധിച്ചത്. അദ്ദേഹം ബ്രിട്ടീഷ് സൈനികന്മാരെ വധിച്ചു ആ സമയത്ത്. ചമക് ആജ് ഭി ഭാരതീയ ഇതിഹാസ് കെ പൃഷ്ഠവും പർ അങ്കിത്. അതിൻ്റെ ആ തിളക്കം, ആ വാളിൻ്റെ ആ തിളക്കം എന്ന് പറയുന്നത് ഇപ്പോഴും, അതായത് ആ കഥ, ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച 1857 ആ ഫ്രീഡം സ്ട്രഗിളിൻ്റെ കാര്യങ്ങൾ ഇപ്പോഴും ഇതിഹാസ് കെ പന്നോം പർ എന്ന് പറയും, ഇതിഹാസ് കെ പൃഷ്ഠവും പർ, ഇതിഹാസത്തിൻ്റെ ആ പേജുകളിൽ ഇപ്പോഴും അത് എഴുതപ്പെട്ടിരിക്കുന്നു. ഉൻകി ബഹാദുരിക്ക് ബാരമേ അനേക് കിസ്സെ പ്രചലിත. അദ്ദേഹത്തിൻ്റെ ആ വീരകഥകൾ, അദ്ദേഹത്തിൻ്റെ വീരതയെ പറ്റിയുള്ള കഥകൾ ഇപ്പോഴും പ്രചലിക്കപ്പെടുന്നു.
कहा जाता है एक बार वीर कुंवर सिंह को अपनी सेना के साथ गंगा पार करनी थी. ഒരിക്കൽ പറയപ്പെടുന്നു ഒരിക്കൽ വീർ കുവർ സിംഗിന് അപ്നി സേന കെ സാത്ത് തൻ്റെ സൈന്യത്തോടു കൂടി ഗംഗ കടന്ന് അങ്ങോട്ട് എത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. അംഗ്രേസി സേന നിരന്തർ ഉൻകാ പീछा कर रही थी पर കുവർ സിംഗ് भी कम चतुर नहीं थे. അപ്പോൾ ബ്രിട്ടീഷ് സൈന്യമാണെങ്കിലോ നിരന്തരമായിട്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് അവർ അദ്ദേഹത്തിൻ്റെ പിറകിൽ തന്നെ വരുന്നുണ്ടായിരുന്നു. पर കുവർ സിംഗ് भी कम चतुर नहीं थे. അദ്ദേഹം അത്ര അറിവില്ലാത്ത ആളല്ലായിരുന്നു. ഉൻഹോനെ അഫ്വാ ഫെലാദി, അഫ്വാ എന്ന് പറഞ്ഞാൽ എന്താണ്, റൂമർ, ഫെലാദി कि वे अपनी सेना को बलिया के पास हाथियों पर चढ़ाकर പാർ കറായെങ്കിൽ. അപ്പോൾ ഇങ്ങനെ അഫ്വാ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൂമർ ഇങ്ങനെ അറിയിച്ചു, അതായത് ഇങ്ങനെ മറ്റുള്ളവരുടെ വഴി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അറിയിച്ചു. ഫെലാദി കെ വേ അപ്നി സേനാക്കോ, അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ അദ്ദേഹം ബലിയ കെ പാസ്, ബലിയ എന്ന സ്ഥലത്തിൻ്റെ അടുത്ത് എലിഫൻറ്റിൻ്റെ മുകളിൽ സൈന്യത്തെ കയറ്റിയിട്ട് അങ്ങോട്ട് കടക്കാനാണ് അവരുടെ പ്ലാന് എന്നറിയിച്ചു. फिर क्या था, अंग्रेज सेनापति डगलस बहुत बड़ी सेना लेकर बलिया के निकट गंगा तट पर पहुंचा और कुंवर सिंह की प्रतीक्षा करने लगा. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ സൈന്യാധിപൻ, ബ്രിട്ടീഷുകാരുടെ സൈന്യാധിപൻ ഡഗ്ലസ് ആയിരുന്നു. ഡഗ്ലസ് അവിടെ തൻ്റെ സൈന്യവുമായിട്ട് ബലിയുടെ അടുത്ത് ഗംഗാ തീരത്ത് വന്ന് അവിടെ അവരെ വെയിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. കാരണം ഇത് റൂമറായിരുന്നു, ഇത് ശരിയായിട്ടുള്ള കാര്യമല്ലായിരുന്നു കുവർ സിംഗ് പ്രചരിപ്പിച്ചത്. कुंवर सिंह ने बलिया से 7 मील दूर शिवराजपुर नामक स्थान पर अपनी सेना को നാവോം സേ ഗംഗ പാർ കരാ ദിയ. പക്ഷെ കുവർ സിംഗ് എന്താണ് ആ സമയത്ത് ചെയ്തത്? ബലിയയിൽ നിന്നും 7 മൈൽ ദൂരെയുള്ള ശിവരാജ്പൂർ എന്ന സ്ഥലത്ത് കൊണ്ടുപോയി സൈന്യത്തെ. അവിടെ നിന്നും നാവോമേ, അതായത് ബോട്ടിൽ അവരെ ഇരുത്തിയിട്ട് ഗംഗയിൽ നിന്നും അങ്ങോട്ടേക്ക് കടത്തി കൊണ്ടുപോയി. जब डगलस को इस घटना की सूचना मिली तो वह भागते हुए शिवराजपुर पहुंचा, पर कुंवर सिंह की तो പൂരി സേന ഗംഗ പാർ കർ ചുക്കി थी. ഇത് അറിഞ്ഞതും ഡഗ്ലസ് ഉടനെ തന്നെ, ഈ അറിവ് കിട്ടിയതും സൂചന, അതായത് ഈ ഇൻഫർമേഷൻ കിട്ടിയതും ഡഗ്ലസ് ഓടി ശിവരാജ്പൂർ എത്തിയെങ്കിലും ആ സമയത്തോടെ കുവർ സിംഗ് തൻ്റെ സൈന്യവുമായിട്ട് ഗംഗ കടന്നു കഴിഞ്ഞിരുന്നു. एक अंतिम नाव रह गई थी और कुंवर सिंह उसी पर सवार थे. അവസാനത്തെ ഒരു ബോട്ട് ഉണ്ടായിരുന്നു, അതിൽ കുവർ സിംഗും ഉണ്ടായിരുന്നു. उसी पर सवार थे, അതിലായിരുന്നു കുവർ സിംഗ്. अंग्रेज सेनापति डगलस को अच्छा मौका मिल गया. उसने गोलियां बरसानी आरंभ कर दी. तब कुंवर सिंह के बाएं हाथ की कलाई को भेदती हुई एक गोली निकल गई. അപ്പോൾ ആ സമയത്ത് അദ്ദേഹമായിരുന്നു, കുവർ സിംഗ് ആയിരുന്നു അവസാനത്തെ ആ വഞ്ചിയിൽ ഇരുന്നത്. അപ്പോൾ ആ വഞ്ചിയിലോട്ട് ഡഗ്ലസ് ഇങ്ങനെ കിട്ടിയ ചാൻസ് ആണെന്ന് പറഞ്ഞിട്ട് അത് എന്താണ്, ഗോലിയാം ബർസാനി ലഗി, അദ്ദേഹത്തിന് എയിം ചെയ്തിട്ട് വെടി അയച്ചു, അതായത് അദ്ദേഹത്തെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. തബ് കുവർ സിംഗ് കെ ബായേ ഹാത്ത് കി കലായി, ആ സമയത്ത് ഇടത് കൈയിൽ, കുവർ സിംഗിൻ്റെ ഇടത് കൈയിൻ്റെ റിസ്റ്റിൽ ഹാത്ത് കി കലായി കോ ഭേത്തി ഹുയി ഗോലി നിക്കൽ ഗയ, അദ്ദേഹത്തിൻ്റെ കൈയിൻ്റെ ആ റിസ്റ്റിൽ ഇങ്ങനെ ചീർക്കർ എന്ന് പറയത്തില്ലേ, കയ്യിലിങ്ങനെ കൊണ്ടിട്ട് ആ വെടിയുണ്ട പോയി. അപ്പോൾ कुंवर सिंह को लगा कि अब हाथ तो बेकार हो ही गया और गोली का जहर भी फैलेगा. उसी क्षण उन्होंने गंगा मैया की ओर भावपूर्ण नेत्रों से देखा और अपने बाएं हाथ को काट कर गंगा मैया को अर्पित कर दिया. എന്താണ് കുവർ സിംഗ് ആ സമയത്ത് ചെയ്തത്? കാരണം കൈയിൻ്റെ റിസ്റ്റിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു വെടിയുണ്ട. അപ്പോൾ ആ വെടിയുണ്ട കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ അത് വിഷം ഇങ്ങനെ കയ്യിലോട്ടിങ്ങനെ അത് ഇൻഫെക്ഷൻ കൂടിക്കൊണ്ട് വരും. അപ്പോൾ ജഹർ ബി ഫേലേഗ, അങ്ങനെ ആയതുകൊണ്ട് അദ്ദേഹം ഉടനെ തന്നെ ഗംഗാ മയ്യാക്കോ ഭാവപൂർ നേത്രോ സെ ദേക്ക, ഗംഗയെ അമ്മയുടെ ഒരു രൂപമായിട്ടാണ് ഭാരതീയർ എടുക്കാറ്. അപ്പോൾ ഗംഗാമയ്യയെ നല്ല സ്നേഹത്തോടെ നോക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം എന്താണ് ചെയ്തത്? ഈ കൈ അദ്ദേഹം മുറിച്ചു മാറ്റുകയാണ് ചെയ്തത്. തൻ്റെ ഇടത് കൈ തന്നെ അദ്ദേഹം മുറിച്ചു മാറ്റി കാട്ട്കർ ഗംഗാമയ്യാക്കോ അർപ്പിത് കർ ദിയ, ആ കൈ ഗംഗാമയ്യയിലോട്ട് അദ്ദേഹം ഒഴുക്കി, അർപ്പിച്ചു. कुंवर सिंह ने अपने ओजस्वी स्वर में कहा, हे गंगा मैया, अपने प्यारे की यह अकिंचन भेंट स्वीकार करो. അപ്പോൾ കുവർ സിംഗ് തൻ്റെ ഓജസ്വി ആയിട്ടുള്ള, തൻ്റെ ശക്തിമയമായിട്ടുള്ള ആ ശബ്ദത്തിൽ അദ്ദേഹം ഗംഗാമയ്യയോടായിട്ട് പറഞ്ഞു, ഹേ ഗംഗാമയ്യ, തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഈ ഒരു ചെറിയൊരു ഓഫറിങ് അല്ലേ, എന്താണ്, അൺമാർക്കബിൾ ആയിട്ടുള്ള ഓഫറിങ്, അതായത് ഒരു അത്ര സിമ്പിളായിട്ടുള്ള ചെറിയൊരു ഓഫറിങ് സ്വീകരിച്ചാലും भेंट स्वीकार करो. വീർ കുവർ സിംഗ് ബ്രിട്ടീഷ് ഹുക്കുമത്ത് കെ സാത്ത് ലോഹ തോ ലിയ, ലോഹ ലേന എന്ന് പറഞ്ഞാൽ അവരുടെ എഗൻസ്റ്റ് ഫൈറ്റ് ചെയ്യുക,
അവരുടെ എഗൻസ്റ്റ് നിന്നു. ലോഹാത്തോ ലിയ. ഉൻഹോനെ അനേക് സാമാജിക് കാര്യ ഭി കിയ. അതിൻ്റെ കൂടെ തന്നെ എഗൻസ്റ്റ് അവരുടെ ഫൈറ്റ് ചെയ്തു എങ്കിൽ പോലും എന്നിട്ടും അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം സാമാജിക് കാര്യ ഭി കിയ, സമൂഹത്തിനായിട്ടും അദ്ദേഹം കുറേ സേവനങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. ആരാ ജില്ലാ സ്കൂൾ കെ ലിയെ ജമീൻ ദാൻ മെ ദി ജിസ് പർ സ്കൂൾ കെ ഭവൻ കാ നിർമ്മാൺ കിയാ ഗയ. അപ്പോൾ ആരായിൽ ജമീൻ തോ ദാൻ കി, അവർക്കായിട്ട് സ്കൂളിന് വേണ്ടിയിട്ടായിട്ടുള്ള സ്ഥലം അദ്ദേഹം അവർക്ക് ഡൊണേറ്റ് ചെയ്തു സ്കൂളിനായിട്ട്. ജില്ലാ സ്കൂൾ, ആരാ ജില്ലയിൽ സ്കൂളിന് വേണ്ടിയിട്ടായിട്ടുള്ള സ്ഥലം അദ്ദേഹം ഡൊണേറ്റ് ചെയ്തു. ഭവൻ കാ നിർമ്മാൺ കിയ, അവിടെ ഒരു സ്കൂൾ നിർമ്മിച്ചു കൊടുത്തു. കഹാ ജാത്താ ഹെ ഉൻകി ആർथिक സ്ഥിതി बहुत अच्छी नहीं थी फिर भी वे निर्धन व्यक्तियों की सहायता करते थे. ആർथिक സ്ഥിതി അദ്ദേഹത്തിൻ്റെ ഇക്കണോമിക് കണ്ടീഷൻ അത്ര നല്ലതല്ലായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം മറ്റുള്ളവർക്ക്, നിർധനരായിട്ടുള്ള ആളുകൾക്ക് അദ്ദേഹം സഹായിച്ചിരുന്നു. സഹായത करते थे. उन्होंने अपने इलाके में अनेक सुविधाएं प्रदान की थी. കുറേയധികം അദ്ദേഹം സൗകര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടത്ത് അദ്ദേഹം ചെയ്തു നൽകിയിട്ടുണ്ടായിരുന്നു തൻ്റെ ഏരിയയിൽ. ഉൻമേ സെ ഏക് ഹെ ആര ജഗദീഷ്പൂർ സഡക് और ആരാ ബലിയ സഡക് കാ നിർമ്മാൺ. അതിൽ ഒന്നാണ് ആരാ ജഗദീഷ്പൂർ സഡക്, പിന്നെ ആരാ ബലിയ സഡക്. ഈ രണ്ട് റോഡുകൾ അദ്ദേഹം നിർമ്മിച്ചു കൊടുത്തതാണ്. ഉസ് സമയ ജൽ കി പൂർത്തി കെ ലിയെ ലോഗ് കുവേ ഖുദ്വാത്തെ ഥേ ഓർ താലാബ് ബൻവാത്തെ ഥേ. അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യത്തിനായിട്ട് കിണറും പിന്നെ എന്താണ് പോണ്ടും ഒക്കെ കുഴിപ്പിക്കുമായിരുന്നു. ബൻവാത്തെ ഥേ, അങ്ങനെ പോണ്ടും ഒക്കെ അവർ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു. വീർ കുവർ സിംഗിനെ അനേക് കുവേ ഖുദ്വായെ ഓർ ജലാശയ് ഭി ബൻവായെ. അപ്പോൾ ജലസ്രോതസ്സുകളും അദ്ദേഹം അവർക്കായിട്ട് അവൈലബിൾ ആക്കി, അവിടുത്തെ ആളുകൾക്കായിട്ട്. പിന്നെ കിണറുകൾ ഒക്കെ അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു. ഖുദ്വായി അത് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. കുവർ സിംഗ് ഉദാർ എവം അത്യന്ത സംവേദനശീൽ വ്യക്തി थे. കുവർ സിംഗ് നല്ല മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്ന മനസ്സുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, സംവേദനശീൽ വ്യക്തി थे. ഇബ്രാഹിം ഖാൻ और കിഫായത്ത് ഹുസൈൻ ഉൻകി സേന में ഉच्च പദവും पर आसीन थे. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ ഉയർന്ന പദവിയിലുള്ള ആളുകളായിരുന്നു ഇബ്രാഹിം ഖാൻ പിന്നെ കിഫായത്ത് ഹുസൈൻ. उनके यहाँ हिंदुओं और मुसलमानों की सभी त्यौहार एक साथ मिलकर मनाए जाते थे. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഏരിയയിൽ, അദ്ദേഹത്തിൻ്റെ ആ ജന്മനാടിൽ ഉൻകെ യാ ഹിന്ദുവോ और മുസൽമാനോ കെ സഭി त्योहार, ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും എല്ലാ ഉത്സവങ്ങളും എല്ലാവരും ഒരുമിച്ചായിരുന്നു ആഘോഷിച്ചിരുന്നത്. ഉൻഹോനെ പാഠശാലയും ഓർ മക്തബ് ഭി ബനവായെ. അദ്ദേഹം വിദ്യാലയങ്ങൾ മാത്രമല്ല മദ്രസകളും ഉണ്ടാക്കി അവിടെ. അപ്പോൾ ബാബു കുവർ സിംഗ് की लोकप्रियता इतनी थी कि बिहार की कई लोक भाषाओं में उनकी प्रशस्ति लोकगीतों के रूप में आज भी गाई जाती है. അദ്ദേഹത്തിൻ്റെ ലോകപ്രിയത കാരണം ബീഹാറിലെ ലോക് ഭാഷാവുമേ, അതായത് പ്രാദേശിക ഭാഷയിൽ, അവിടുത്തെ ബീഹാറിലെ ഭാഷയിൽ ഉൻകി പ്രശസ്തി ലോകഗീതോं के रूप में, അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീര കഥകൾ ഈ ലോക ഗീതോമേ, അതായത് ഫോക്ക് സോങ്സിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ കഥകൾ പാടപ്പെടുന്നു ഇപ്പോഴും. ആജ് ഭി ഗായി ജാത്തി ഹെ. बिहार के प्रसिद्ध कवि मनोरंजन प्रसाद सिंह ने उनकी वीरता और शौर्य का वर्णन करते हुए लिखा है. ബീഹാറിലെ പ്രസിദ്ധ കവിയായ മനോരഞ്ജൻ പ്രസാദ് സിംഗ് അദ്ദേഹത്തെ പറ്റി എഴുതിയ, അതായത് അദ്ദേഹത്തിൻ്റെ വീരതയെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ ശൗര്യത്തിൻ്റെ, അദ്ദേഹത്തെ ധൈര്യത്തെ പറ്റിയും ഒക്കെ എഴുതിയ ഒരു കഥയാണ് ഇവിടെ താഴെ വർണ്ണിച്ചിരിക്കുന്നത്. വർണ്ണൻ കർത്തേ ഹുവേ ലിഖാ ഹെ. അദ്ദേഹത്തിൻ്റെ വീരതയെ വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുകയാണ്. ചലാ ഗയാ യൂं കുവർ അമർപുർ साहस से सब अरिदल जीत, उसका चित्र देख कर अब भी दुश्मन होते हैं भयभीत. वीर प्रसविनी भूमि धन्य वह, धन्य वीर वह, धन्य अतीत. गाते थे और गावेंगे हम हरदम उसकी जय का गीत. स्वतंत्रता का सैनिक था, आज़ादी का दीवाना था. सब कहते हैं कुंवर सिंह भी बड़ा वीर मर्दाना था. चला गया यूं कुंवर अमरपुर സാഹസ് സേ സബ് അരിതൽ ജീത്ത്. ചലാ ഗയ, അദ്ദേഹം ഇപ്പോൾ ഞങ്ങളുടെ ഇടയിലില്ല. പക്ഷെ എങ്കിലും അദ്ദേഹം എപ്പോഴും അമറായിരിക്കും, അദ്ദേഹത്തിന് മരണമില്ല. പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴദ്ദേഹം എവിടെയാണ്? അമർപൂർ. ചലാ ഗയ വോ അമർപൂർ, സ്വർഗ്ഗലോകത്തെ അദ്ദേഹം പ്രാപിച്ചിരിക്കുന്നു. സാഹസ് സേ സബ് അരിതൽ ജീത്ത്, എല്ലാ ശത്രുക്കളെയും തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം, ശത്രുക്കളിൽ വിജയം പ്രാപിച്ചുകൊണ്ട് അദ്ദേഹം സ്വർഗ്ഗലോകത്തെ പ്രാപിച്ചിരിക്കുന്നു. ഉസ്കാ ചിത്ര ദേഖ് കർ അബ് ഭി ദുഷ്മൻ ഹോത്തെ ഹേ ഭയഭീത്. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം കണ്ടാൽ മതി, ശത്രുക്കൾ പേടിച്ച് ഭയഭീതരാകുന്നു.
വീരപ്രസവിനി ഭൂമി ധന്യവഹ ധന്യ വീരവഹ ധന്യ അതീത്. വീരപ്രസവിനി ഭൂമി, അദ്ദേഹത്തെ ജനനം നൽകിയ ഭൂമി, ഏ ഭൂമി നീ ധന്യയാകുന്നു. ധന്യ വീരവഹ ധന്യ അതീത്, ധന്യമായിട്ടുള്ള വീരൻ. പിന്നെ അതുമാത്രമല്ല അദ്ദേഹം ജനിച്ച ആ സമയം, അതീത് ആ കാലം ധന്യമായിട്ടുള്ള ഒരു സമയമാകുന്നു. ഗാത്തെ ഥേ ഓർ ഗാവേങ്കേ ഹം ഹർദം ഉസ്കി ജയ് കാ ഗീത്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീരഗാഥകൾ പാടാറുണ്ടായിരുന്നു, ഇനിയും പാടും. ഹർദം ഉസ്കി ജയ് കാ ഗീത്, എല്ലായ്പ്പോഴും പാടും അദ്ദേഹത്തിൻ്റെ വീരഗാഥകൾ. സ്വതന്ത്രതാ കാ സൈനിക് ഥാ ആസാദി കാ ദീവാന ഥാ. സ്വതന്ത്രതാ കാ സൈനിക്, അദ്ദേഹം സ്വാതന്ത്ര്യത്തിൻ്റെ സൈനികനായിരുന്നു, സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു അദ്ദേഹം. ആസാദി കാ ദീവാന ഥാ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു ഭ്രാന്തനാകുന്നു അദ്ദേഹം. സബ് കഹത്തെ ഹേ കുവർ സിംഹ് ഭി ബഡാ വീർ മർദാന ഥാ. എല്ലാവരും പറയുന്നു കുവർ സിംഗ് ഭി ബഡാ വീർ മർദാന ഥാ. അദ്ദേഹത്തിൻ്റെ വീരകൃത്യങ്ങളെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ വീരതയെപ്പറ്റി എല്ലാവരും പാടുന്നു എന്നാണ് കവി മനോരഞ്ജൻ പ്രസാദ് സിംഗ് അദ്ദേഹത്തിൻ്റെ വീരതയെ വർണ്ണിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത്. ഉദാർ എന്ന് പറഞ്ഞാൽ ദയാലു, അതായത് എല്ലാവരെയും സഹായിക്കുന്നത്. വീർവർ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠ വീരൻ, വീരന്മാരിൽ ശ്രേഷ്ഠൻ. സ്വാഭിമാനി ജിസ്കോ അപ്നെ ഊപ്പർ സ്വാഭിമാൻ ഹോ, സ്വയം അഭിമാനിക്കുന്നവൻ. അഭിരാം എന്ന് പറഞ്ഞാൽ സുന്ദർ, ഭംഗിയുള്ളവൻ. ബ്രിട്ടീഷ് ഹുക്കൂമത്ത് മീൻസ് അംഗ്രേസി സർക്കാർ, ബ്രിട്ടീഷ് സർക്കാർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണം. ഗഗൻ ആകാശം. ചരം സീമ അന്തിം സീമ, അറ്റ്മോസ്റ്റ്, എക്സ്ട്രീംസ് എന്ന് പറയും, അങ്ങേയറ്റം. അമർ ജോ കഭി ന മരെ, അതായത് ഒരിക്കലും അവസാനമില്ലാത്തത്, ഒരിക്കലും മരണമില്ലാത്തത്. സശസ്ത്ര മീൻസ് ശസ്ത്ര കെ സാത്ത്, ശസ്ത്രത്തോട് കൂടിയവൻ. രജ്വാഡെ ഛോട്ടി ഛോട്ടി റിയാസത്ത്, നാട്ടുരാജാക്കന്മാർ, നാട്ടുരാജാവെന്ന് പറയത്തില്ലേ, നാട്ടുരാജ്യങ്ങൾ. കൂച്ച് കർ ഗയെ ചൽ ദിയെ, മുന്നോട്ട് നീങ്ങി എന്ന്. വിസ്തൃത് ഭൂഭാഗ് പൃഥ്വി കാ ബഹുത് ബഡാ ഹിസ്സ, ഭൂമിയുടെ ഒരു വലിയൊരു ഭാഗം. ദേശവ്യാപി എന്ന് പറഞ്ഞാൽ ദേശമേ ഫൈലി, ദേശത്തിൽ വ്യാപിച്ചിരിക്കുന്നത്. വയോവൃദ്ധ എന്ന് പറഞ്ഞാൽ ആയുസേ ബൂഡെ, പ്രായം ചെന്ന മനുഷ്യൻ അല്ലെങ്കിൽ പ്രായം ചെന്ന ആള്, പ്രായത്തിൽ വലുത്. ഗുപ്ത് ഢങ് എന്ന് പറഞ്ഞാൽ ചിപേ രൂപ്സെ, ഒളിഞ്ഞ രൂപത്തിൽ, അതായത് ഒളിപ്പോരാട്ടം, അതിനെ പറ്റിയാണ് ഇവിടെ ഗുപ്ത് ഢങ് എന്ന് പറയുന്നത്, ഒളി രൂപത്തിൽ. ക്രയ് വിക്രയ് എന്ന് പറഞ്ഞാൽ ഖരീദ്ന ബേച്ന, മേടിക്കുക വിൽക്കുക. ഏകത്ര ഇഖട്ട, ഒരുമിപ്പിക്കുക, ഒരുമിച്ചിരിക്കുക. വിഖ്യാത് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധ, ഫേമസ്. ജയഘോഷ്, ജയ്കാ നാര, ജയ് ജയ്ക്കാർ ചെയ്യുക. മുക്തിവാഹിനി മുക്തിരൂപി നാവ്, മുക്തിരൂപിയായിട്ടുള്ള വഞ്ചി, തോണി, അതായത് ഒഴുക്ക് എന്നാണ്, മുക്തിരൂപിയായിട്ടുള്ള ഒഴുക്ക്. പരാസ്ത മീൻസ് ഹാർന, തോൽക്കുക. സഞ്ചാലക് മീൻസ് ചലാനെ വാല, നടത്തിക്കൊണ്ടു പോകുന്നവർ. കീർത്തി മീൻസ് യശ്, കീർത്തി യശ്. രണനീതി മീൻസ് യുദ്ധനീതി, യുദ്ധത്തിൻ്റെ ആ സ്ട്രാറ്റജിയാണ് യുദ്ധനീതി എന്ന് പറയുന്നത്. നിക്കട്ട് മീൻസ് സമീപ്, അടുത്ത് എന്ന, പക്കൽ എന്ന അടുത്ത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്